ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നല്ല നാടൻ ചെമ്പല്ലിയാണ് കറി വെക്കാൻ പോകുന്നത്. നല്ല കൊടംപുളി ഇട്ട നാടൻ ചെമ്പല്ലി കറിയാണ് കേട്ടോ ഇന്ന് വെക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പീസാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കൊടംപുളി ഇട്ട മീൻ കറി കാണാം. മീൻ നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പൂച്ച അത് കണ്ടിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ, ഒരു കഷ്ണം കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ട് മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് പോകാം. അപ്പം നമ്മൾ ചെമ്പല്ലി മീൻ വെക്കാനുള്ള സാധനങ്ങൾ എടുത്ത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, ചെറിയുള്ളിയുണ്ട്, നല്ല കറിവേപ്പിലയുണ്ട്. നല്ല മീൻ നന്നായിട്ട് കഴുകി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. കറി വെക്കാനുള്ള മീനിൽ നമ്മൾ കുറച്ച് മീൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1/2 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. കുരുമുളക് പൊടി ഇട്ടോ. കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയിരുന്നു കേട്ടോ. കുറച്ചേ ഉള്ളൂ, നമുക്കുള്ളതിടാം. മസാല എല്ലായിടത്തും ഒരേപോലെ തേച്ച് നമുക്ക് മാറ്റി വെക്കാം. മഞ്ഞൾപ്പൊടി, അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ മസാല ആക്കി വെച്ച മീൻ നമ്മൾ വറക്കാൻ പോവുകയാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാവട്ടെ. പാൻ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മീനിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മറിച്ചിടാം. രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. മീൻ വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മറിച്ചിട്ട് നോക്കാം. നന്നായിട്ട് മൊരിയുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് മീൻ വറുത്ത വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കറിയായിരുന്നു പറഞ്ഞത്. കറി വെക്കാൻ കുറച്ച് സമയം എടുക്കുന്നതും കൊണ്ടാണ് വേഗം മീൻ വറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിനി കറി വെക്കുന്ന വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് നമ്മൾ വേറെ തലക്കറി വെക്കുന്നുണ്ടായിരുന്നു, അതിലേക്ക് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അതിലേക്ക് വേണ്ട മസാലയാണ്. മുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി. മുളക് പൊടി 2.5 സ്പൂണാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മൾ എല്ലാ മീനും എടുക്കുന്നില്ല, കുറച്ച് മീൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. കുറച്ച് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻകറി വെക്കാൻ പോവുകയാണ്. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. അത് മൺചട്ടിയിൽ, ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയാണ് മീൻകറിയുടെ ടേസ്റ്റ്. നമ്മളതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇടുവാണ്. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാനുള്ള സമയമായി. ചെറിയുള്ളി, നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇളക്കി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അടുത്തത് വെളുത്തുള്ളി, ഇഞ്ചി,
ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കപ്പം മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ആദ്യം മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുടംപുളിയും കൂടി ഇടുന്നുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണം നമുക്ക് തിളച്ചോ നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഓരോരോ പീസായിട്ട് അതിനകത്തേക്ക് ഇടാം. മീനഞ്ഞി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ അടച്ച് വെക്കാം. മീൻകറി നന്നായിട്ട് തിളച്ച് നല്ല വെന്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതാണിപ്പം നമ്മുടെ ഫൈനൽ കറി ആയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കുറച്ച് ചോറും കൂട്ടി കഴിച്ചിട്ട് കിടക്കാം.